കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് പ്രതിസന്ധി. ആ പ്രതിസന്ധിക്ക് പരിഹാരമായിട്ടില്ല. തുടർച്ചയായി 12ാം ദിനവും മരുന്നുകളുടെയും ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെയും വിതരണം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. തിരുവനന്തപുരത്തും എറണാകുളത്തും കോട്ടയത്തും മരുന്ന് വിതരണം ചെയ്യുന്ന കരാറുകാർക്ക് കോടികളാണ് കുടിശ്ശികയായി നൽകാനുള്ളത്. അഭിജിത്ത് മുഴക്കുന്ന് വിശദാംശങ്ങളുമായി. അഭിജിത്ത്, ഇതിൽ ഇനിയും ഒരു ഇടപെടൽ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നതാണോ? അനുജ, താൽക്കാലികമായ ഒരു പരിഹാരത്തിന് വേണ്ടിയുള്ള ഇടപെടൽ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതുപ്രകാരമാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് 50 ഇനം അവശ്യ മരുന്നുകൾ എത്തിയിട്ടുള്ളത്. 100 ഇനം മരുന്നുകൾ കൂടി ഉടനടി മെഡിക്കൽ കോളേജിലേക്ക് എത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതൊരു താൽക്കാലിക പരിഹാരം മാത്രമാണ്. ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് എത്തണമെങ്കിൽ ഈ മരുന്ന് വിതരണക്കാർ അവരുടെ മരുന്ന് വിതരണം പുനരാരംഭിക്കണം. അങ്ങനെ അവർ മരുന്ന് വിതരണം പുനരാരംഭിക്കണമെങ്കിൽ അവർക്ക് കിട്ടേണ്ട കുടിശ്ശിക കൊടുത്തു തീർക്കേണ്ടതുണ്ട്. ഇത് 90 കോടിയോളം രൂപ വരും. പക്ഷേ ഈ മരുന്ന് വിതരണക്കാർ പറയുന്നതനുസരിച്ച് അവർക്ക് ഈ സെപ്റ്റംബർ വരെയുള്ള കുടിശ്ശിക തന്നു തീർക്കുകയാണെങ്കിൽ അവർ ഈ മരുന്ന് വിതരണവുമായി മുന്നോട്ട് പോകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതും വലിയൊരു ഭീമമായ ഒരു തുക തന്നെയാണ്. പക്ഷേ അത് തന്നു തീർക്കാതെ തങ്ങൾക്ക് തങ്ങളുടെ മരുന്ന് വിതരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. നേരത്തെ ഈ മെഡിക്കൽ കോളേജ് അധികൃതരും ഈ മരുന്ന് വിതരണക്കാരും തമ്മിലുള്ള ഒരു കരാറുണ്ടായിരുന്നു. അതുപ്രകാരം 3 മാസത്തെ സാവകാശം മാത്രമാണ് മെഡിക്കൽ കോളേജ് അധികൃതർക്ക് നൽകുക. അതായത് മരുന്ന് വിതരണം ചെയ്തു കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ, അതായത് 90 ദിവസത്തിനുള്ളിൽ ഈ പണം ഇവർക്ക് നൽകണമെന്നുള്ളൊരു വ്യവസ്ഥയുണ്ടായിരുന്നു. ആ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ മരുന്ന് വിതരണം കഴിഞ്ഞ തവണത്തെ സമരത്തിന് ശേഷം പുനരാരംഭിച്ചത്. പക്ഷേ അത് പലതവണ അട്ടിമറിക്കപ്പെട്ടു എന്നാണ് നിലവിൽ ഈ മരുന്ന് വിതരണക്കാർ വ്യക്തമാക്കുന്നത്. ഇതിൽ ഈ മെഡിക്കൽ കോളേജ് അധികൃതരുടെ പ്രധാന പ്രശ്നം അവർക്ക് പല ആരോഗ്യ ഇൻഷുറൻസുകളുടെയൊക്കെ ഭാഗമായി 250 കോടിയോളം രൂപ സർക്കാരിൽ നിന്ന് ലഭിക്കാനുണ്ട്. ഈ പണം കിട്ടിയാൽ മാത്രമേ അവർക്ക് ഈ മരുന്ന് വിതരണക്കാർക്ക് പണം നൽകാനാകൂ. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം സർക്കാരിൽ നിന്ന് മെഡിക്കൽ കോളേജുകളിലേക്ക് പണം എത്തേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ മാത്രമേ ഈ മരുന്ന് പ്രതിസന്ധിക്ക്, ഈ മരുന്ന് ക്ഷാമത്തിന് ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. ഇതിപ്പോൾ മെഡിക്കൽ കോളേജിലാണ് ഈ ഒരു പ്രശ്നം രൂക്ഷമായി കഴിഞ്ഞ 12 ദിവസമായി നിലനിൽക്കുന്നത്. ഇത് ഒരുപക്ഷേ മറ്റ് മെഡിക്കൽ കോളേജുകളിലേക്കും തിരുവനന്തപുരം, കോട്ടയം മെഡിക്കൽ കോളേജുകളിലേക്കൊക്കെ വ്യാപിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം അവിടെയും ഈ കരാറുകാർക്ക് കുടിശ്ശികയുള്ളത് കോടികളാണ്. ഒരുപക്ഷേ ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശിക അതിങ്ങനെ നീണ്ടുപോവുകയാണെങ്കിൽ തങ്ങൾ ഈ മരുന്ന് വിതരണം മറ്റ് മെഡിക്കൽ കോളേജുകളിലും നിർത്തേണ്ടതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് ഈ സംഘടനയുടെ ഭാരവാഹികൾ വ്യക്തമാക്കിയതാണ്. ഏതായാലും ഈ രോഗികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഈ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് ഫ്ലൂയിഡ് കിട്ടാനില്ല. അതവർ കഴിഞ്ഞ തവണയൊക്കെ 24-മായി സംസാരിക്കുമ്പോൾ അവർ വ്യക്തമാക്കിയതാണ്. കഴിഞ്ഞ ദിവസം ഫ്ലൂയിഡ് എത്തിക്കുമെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അവർക്ക് ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ വരെയും ഈ ഫ്ലൂയിഡ് എത്തിയിട്ടില്ല. ആ ഒരു പ്രശ്നമുണ്ട്. ഒപ്പം തന്നെ ഈ ക്യാൻസർ രോഗികളുടെ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഈ രോഗികൾ, ഈ ന്യായവില മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങുന്ന രോഗികൾ അവർ പുറത്തുനിന്ന് മരുന്ന് വാങ്ങേണ്ട ഒരു അവസ്ഥ വരുന്നു. അവർക്ക് ഭീമമായ തുക പുറത്തു കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഏതായാലും ഇതിനൊക്കെ ഒരു പ്രതിസന്ധി, ഈ ഒരു പ്രതിസന്ധിക്ക് ഒരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ സർക്കാർ തലത്തിലുള്ള ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. മെഡിക്കൽ കോളേജുകൾക്ക് പണം അനുവദിക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ മാത്രമേ മരുന്ന് വിതരണക്കാരുടെ കയ്യിലേക്ക് പണം എത്തുകയുള്ളൂ, ഈ മരുന്ന് വിതരണം പുനരാരംഭിക്കുകയുള്ളൂ. അനുജ, അതെ, സാധാരണക്കാരായ രോഗികളുടെ വിഷയമാണ്. അതുകൊണ്ട് തന്നെ പണം എത്തിക്കുക എന്നുള്ളതാണ്, കുടിശ്ശിക തീർക്കുക, ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുക. അതെ, ഡയാലിസിസ് എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ജീവൻ പിടിച്ചു നിർത്തുന്ന ഏക ഉപാധിയാണ്. അപ്പോൾ അതൊക്കെ മുടങ്ങുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരം ഉണ്ടാവട്ടെ.